അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തെ 20ാമത്തെ പാഠം സയ്യിദി ഖൈറൻ നബി. ഇൻഷാ അല്ലാഹ് പാഠം അർത്ഥം വെച്ച് അതിൻ്റെ തദ്രീബാത്തും കൂടെ നോക്കാം. സയ്യിദി ഖൈറൻ നബി, സയ്യിദി എന്നാൽ എൻ്റെ നേതാവായ നബിയെ, ഖൈറൻ നബി നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു അലൻ നബി, അള്ളാഹുവിൻ്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടാകട്ടെ. വസ്സലാമു അലർ റസൂൽ, അള്ളാഹുവിൻ്റെ രക്ഷ റസൂലായവരിൽ ഉണ്ടാകട്ടെ. അഷ്ശഫീഇൽ അബ്തഹി, അറേബ്യയിലെ ശിപാർശകരും, വൽ ഹബീബിൽ അറബി, അറബികളിലെ പ്രിയപ്പെട്ടവരുമായ പ്രവാചകരിൽ ഉണ്ടാകട്ടെ. അറബിയിലെ ശിപാർശകരും അറേബ്യയിലെ ശിപാർശകരും അറബികളിൽ പ്രിയപ്പെട്ടവരുമായ പ്രവാചകരിൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ എന്നാണ് ഇപ്പോൾ ആ ബൈത്തിൻ്റെ അർത്ഥം. ഇനി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അൻത തത്ലുഉ ബൈനനാ, നബിയെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചിരിക്കുന്നു. ഫിൽ കവാകിബി കൽ ബുദൂർ, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നത് പോലെ, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നത് പോലെ നബിയെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചിരിക്കുന്നു. ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ബൽ എന്നല്ല, വ അഷ്റഫു മിൻഹു, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി അങ്ങ് ഞങ്ങളിൽ ഉദിച്ചിരിക്കുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് അങ്ങ് ഞങ്ങളിൽ ഉദിച്ചിരിക്കുന്നു. യാ സയ്യിദി, ഞങ്ങളുടെ നേതാവായ, എൻ്റെ നേതാവായ നബിയെ. ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. ഹെഡിങ്ങിൻ്റെ അർത്ഥം സയ്യിദി ഖൈറൻ നബി എന്നാൽ എൻ്റെ നേതാവായ, സയ്യിദി എന്നാൽ എൻ്റെ നേതാവായ നബിയെ. ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. ഇനി അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ. അൻത ഉമ്മുൻ അം അബു, അൻത ഉമ്മുൻ, നബിയെ തങ്ങൾ ഉമ്മയാണോ, അം അബുൻ അതല്ല ഉപ്പയാണോ. മാ റഅയ്നാ ഫീഹിമ, ആ ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല, അവർ രണ്ടുപേരിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക ഖത്തു, മിസ്ല ഹുസ്നിക, തങ്ങളെപ്പോലെ തങ്ങളെപ്പോലുള്ളൊരു ഗുണം ഞങ്ങൾ കണ്ടില്ല. മിസ്ല ഹുസ്നിക, തങ്ങളെപ്പോലുള്ള ഒരു ഗുണം അവർ രണ്ടുപേരിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഖത്തു, തീരെ തന്നെ കണ്ടിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ നേതാവായ നബിയെ. ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി, തീരെ തന്നെ നിങ്ങളെപ്പോലെ ഗുണം ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അൻത മുൻജീന ഗദാ, അൻത മുൻജീന, നബിയെ തങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. ഗദൻ, നാളെ, അഥവാ ഖിയാമത്ത് നാളിൽ നബിയെ തങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മിൻ ശഫാഅതിക സ്വഫാ, പരിശുദ്ധമായ ശുപാർശയാൽ, അങ്ങയുടെ പരിശുദ്ധമായ ശുപാർശയാൽ നബിയെ തങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. മല്ലനാ മിസ്ലുക, നബിയെ അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ആരാണുള്ളത്. മല്ലന, ഞങ്ങൾക്ക് ആരാണുള്ളത്. മിസ്ലുക, നബിയെ തങ്ങളെപ്പോലെ, നബിയെ അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ആരാണുള്ളത്. യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്നിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖത്താ,
ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നു. ഇർത്തക്കബത്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം നോക്കുമ്പോൾ വാഹനം കയറിയിരിക്കുന്നു, സാഹിത്യപരമായിട്ട് കൊണ്ടുവന്നാണ് അവിടെ. ഇർത്തക്കബത്തു അലൽ ഖത, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, കുറ്റം ചെയ്തിരിക്കുന്നു. ഗൈറ ഹസ്രിൻ വഅദത്ത്, എണ്ണവും കണക്കുമില്ലാതെ. ഹസ്ർ പറഞ്ഞാൽ കണക്ക്, അദദ് പറഞ്ഞാൽ എണ്ണം. എണ്ണവും കണക്കുമില്ലാതെ കുറ്റം പാപം ഞാൻ ചെയ്തിരിക്കുന്നു. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ലക അഷ്കൂ ഫീഹി, ആ കാര്യത്തിൽ നബിയെ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു. ലക അഷ്കൂ, ഞാൻ ആവലാതി പറയുന്നു. ഫീഹി, ആ കാര്യത്തിൽ നബിയെ തങ്ങളോട് ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആവലാതി പറയുന്നു. യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. ഇന്നനാനർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇലാ കഅ്സി ഹൗലിക, ഹൗലുൽ കൗസറിൽ നിന്ന്, അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലിൽ അത്തഷ്, ദാഹമുണ്ടാകുന്ന സമയത്ത് ആ ദാഹം ശമിക്കാൻ അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നനാനർജു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇലാ കഅ്സി ഹൗലിക, നബിയെ അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലിൽ അത്തഷ്, ദാഹമുണ്ടാകുന്ന സമയത്ത് ആ ദാഹം ശമിക്കാൻ അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യൗമ നശ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി, യൗമ നശ്രി കിതാബി, എൻ്റെ കിതാബുകൾ നൽകുന്ന ദിവസം. യാ സയ്യിദി ഖൈറൻ നബി, ഓ നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത ഹബ്ലനാ, അശ്ശഫാഅത നബിയെ തങ്ങളുടെ ശുപാർശ, ഷഫാഅത്ത് ഹബ്ലനാ ഞങ്ങൾക്ക് നിങ്ങൾ നൽകണം. ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ. മുഷ്ഫിഖൻ, എങ്ങനെ? സഹതാപത്തോടെ നബിയെ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണം നബിയെ. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, സഹതാപത്തോടെ നബിയെ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണം നബിയെ. പിന്നെ വാഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി, വാഹ്ലനാ ഇൻ ളാഅ യാ, വാഹ്ലനാ ഞങ്ങൾക്കുള്ള കഷ്ടമാണ്, ഞങ്ങൾക്ക് കഷ്ടമാണ്. ഇൻ ളാഅ യാ, അത് നഷ്ടപ്പെട്ടു പോയാൽ നബിയെ തങ്ങളുടെ ശഫാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് കഷ്ടമാണ്. വാഹിലനാണ് ഞങ്ങൾക്ക് കഷ്ടമാണ്. ഇൻ ളാഅ, അത് നഷ്ടപ്പെട്ടു പോയാൽ നബിയെ തങ്ങളുടെ ശഫാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ. യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി, അസ്സലാത്തു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണമുണ്ടാകട്ടെ. കുല്ല വഖ്തിൻ ദായിമ, എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഗുണം നബി തങ്ങളുടെ മേലുണ്ടാകട്ടെ. ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി, ലാഹ നജ്മുൻ ഫിസ്സമാ, ആകാശത്തിൽ നക്ഷത്രം മിന്നിത്തിളങ്ങുന്ന കാലത്തോളം, എന്നാൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന കാലത്തോളം നബിയെ തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണമുണ്ടാകട്ടെ. സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. ഇനി തദ്രീബാത്ത്, ഒന്നാമത്തെ നഖ്റ വ നഫ്ഹം. ഷഫീ എന്ന് പറഞ്ഞാൽ ശുപാർശകൻ, ഹബീബ് എന്ന പ്രിയപ്പെട്ടവൻ, കൗക്കബ് എന്ന കൗക്കബൻ ജമ്മു കവാക്കിബ് നക്ഷത്രങ്ങൾ, ബൽ മാത്രമല്ല സയ്യിദ് എന്ന നേതാവ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ളത് ഓരോന്നും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നക്തുബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. റജ എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ചു, യർജു എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നു, നെർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതേപോലെ നമുക്ക് ഓരോന്നും എഴുതണം. ഏതൊക്കെയാണത്? ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി, യദ്ഹബു അവൻ പോകുന്നു. അടുത്തതോ നെദ്ഹബു ഞങ്ങൾ പോകുന്നു. അടുത്തത് ശക്ക അവൻ ആവലാതിപ്പെട്ടു, ഇവിടെ ആവലാതി എന്ന് കൂട്ടിക്കണം, ലാതിപ്പെട്ടു എന്നുള്ളൂ.
അവൻ ആവലാതിപ്പെട്ടു. യഷ്കു അവൻ ആവലാതിപ്പെടുന്നു. നഷ്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവലാതിപ്പെടുന്നു. അടുത്തത് റക്കിബ അവൻ വാഹനം കയറി. യർക്കബു അവൻ വാഹനം കയറുന്നു. നെർക്കബു ഞങ്ങൾ വാഹനം കയറുന്നു. പാഠത്തിൽ ഇർത്തകബത്ത് പറഞ്ഞാൽ അത് സാഹിത്യപരമായിട്ട് അവിടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ വാഹനം കയറി പറഞ്ഞാൽ ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു രൂപത്തിൽ കൊണ്ടുവന്നതാണത്. ഇനി അടുത്ത് കുല്ല വക്തിൻ ഏത് വെച്ച് ചെയ്തോ യക്ര കുല്ല വക്തിൻ അൽ ഖുർആന എല്ലാ സമയത്തും ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് കിതാബുണ്ട്, ദർസുണ്ട്. അപ്പോൾ യക്ര കുല്ല വക്തിൻ അൽ കിതാബ എല്ലാ സമയത്തും ഞങ്ങൾ കിതാബ് വായിക്കും. യക്ര കുല്ല വർത്തി അദ്ദർസ എല്ലാ സമയത്തും ഞങ്ങൾ പാഠം വായിക്കും. ഇനി ബദുറുൻ ജം ബുദൂർ, നജ്മുൻ ജം അഞ്ചുമ്, കൗക്കമുൻ ജം കവാക്കിബ്, കലമുൻ ജം അഖ്ലാമ്, അങ്ങനെ ഓരോന്നിനും ജംകൾ എഴുതാനാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹബിലന, അതുപോലെ ജുദ് ഹബിലന ഹബിലി ഹബിലഹു ഹബിലഹ, അതുപോലെ ജുദ് എന്നുള്ള എഴുതണം. ജുദിലന ജുദിലി ജുദിലഹു ജുദിലഹ, ആ രൂപത്തിൽ എന്ത് ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത തഖ്സീസ്, മൂന്നാമത്തെ തഖ്സീസ്. ഒന്ന് നുൻഷിദുൽ അബിയാത്തി വനഹ്ഫലുഹ, നമ്മളിപ്പോൾ പറഞ്ഞ ബൈത്തുണ്ടല്ലോ അത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക ചൊല്ലി പഠിക്കും ചെയ്യുക, ഹിഫ്ലാക്കും ചെയ്യുക. രണ്ടാമത്തെ നക്തഷിഫുൽ മുമാത്തില മിൻ കിതാബിൽ മൗലിദ്, മൗലിദ് കിതാബിൽ നിന്നും ഇതുപോലത്തെ എന്ത് ചെയ്യുക പരിശോധിച്ച് കണ്ടെത്തിയിട്ട് ചൊല്ലി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മങ്കൂസ് മൗലിദിൽ നിന്നുള്ള മങ്കൂസ് മൗലിദാണ് ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഫസ്റ്റത്തെ ഹദീസ്, ആര് മരിച്ചാലും എന്ത് മൗലിദിൻ്റെ സദസ്സ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഓതുന്നതാണിത്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥം ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലാം. എത്രയോ എന്ത് നല്ല അർത്ഥവരികളുള്ള മൗലിദ് നമ്മൾ ഈ ചൊല്ലുന്നത്. അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അർത്ഥത്തോടു കൂടെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെല്ലാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 5ാം ക്ലാസ്സിൽ നിന്ന് ഇതൊരു പഠിക്കലോട് കൂടെ അത് മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ചെയ്യുക. എപ്പോഴും മൗലിദ് തോന്നുന്ന സമയത്തൊക്കെ അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക, അതിൻ്റെ അർത്ഥങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തു നോക്കുക, ഇല്ലെങ്കിൽ അത് മറന്നു പോകും. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മളെ ദുറൂസുൽ ഇസ്ലാം ഇവിടെ കഴിഞ്ഞു. 20 പാഠങ്ങൾ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഇതിലുണ്ടാവും, ചാനലിലുണ്ടാകും. അവിടെ നിന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.